ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് PSCയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും എന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് SCERT ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് കേട്ടോ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ ജനനം എവിടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ ജനനം കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികളുടെ ജനനം. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചു. കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഓർത്തിരിക്കണം, കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി. ചാനാർ ലഹള എന്നാണ് ചാനാർ ലഹള. വർഷം ഓർത്തിരിക്കുക, 1859. 1859 ചാനാർ ലഹള. അപ്പോൾ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. നോട്ട് ചെയ്ത് വെക്കുക, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അവർണ സവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കി. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അറിയപ്പെടുന്നത് അയ്യാവഴി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജനനം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. ഇനി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പഠിച്ചു വെക്കണം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ചോദിച്ചാൽ അയ്യപ്പൻ എന്നതാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നതാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചു. അപ്പം നമ്മൾ പഠിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്, മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തിരുന്നു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓർത്തിരിക്കുക, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സമാധി പ്ലേസ് ചോദിച്ചാൽ എവിടെയാണ്?
കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി. ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ, ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളതാണ്. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേട്ടോ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയിയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ജനനം നോട്ട് ചെയ്ത് വെക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചിട്ടുള്ളത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. എന്താണ്? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അക്കാലത്ത് നിലനിന്നിരുന്ന പുലികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. പുലികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയിട്ടുള്ള ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഓർത്തിരിക്കണം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. പിന്നെ എന്ത് പറഞ്ഞു? വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പുലികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇനി ഓർത്തിരിക്കുക, 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിച്ചു. വർഷം ഓർത്തിരിക്കണം, 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 SNDP ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്, മാറിപ്പോവരുത്. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് അല്ലേ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. നെക്സ്റ്റ്, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതും ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഈയിടെ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. എവിടെയാണ് ഇത് അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുള്ളത്? അദ്ദേഹം ആലുവയിൽ വിളിച്ചു ചേർത്തിട്ടുള്ള, എവിടെയാണ്? ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുള്ള സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ കുറിച്ചു വെച്ചിട്ടുള്ളതാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നത് കേട്ടോ. 1888 നോട്ട് ചെയ്ത് വെക്കുക. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. വർഷം 1888. അപ്പോൾ 1903 SNDP, 2 വർഷം നമ്മളിവിടെ പഠിച്ചു. 1903 SNDP സ്ഥാപിച്ചു. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ
സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അരുവിപ്പുറത്ത് ക്ഷേത്രത്തിനു മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയ വാക്കുകളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നത് വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ആലുവയിൽ ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, കൃത്യമായി പഠിച്ചു പോവുക. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠയാണ്. കാരമുക്ക് ക്ഷേത്രത്തിൽ എന്താണ്? കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. കാരമുക്ക് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത് ദീപപ്രതിഷ്ഠയാണ്. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. നോട്ട് ചെയ്ത് വെക്കുക. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്താണ് ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയിട്ടുള്ള പ്രതിഷ്ഠ. അവിടെ എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവൻകോടത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ പഠിച്ചു വയ്ക്കാം. ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, നവമഞ്ജരി എന്നിവ. ഇനി നമ്മൾ പഠിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജനനം. മാറിപ്പോവരുത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേട്ടോ. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ 1903 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചു. 1904 അയ്യങ്കാളി അധസ്ഥിതർക്കു മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലു കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലു കുരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. വർഷമെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി. ഓർത്തിരിക്കുക. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ചോദിച്ചാൽ ഏതാണ്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ എന്താണ്? അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, കൂലി വർധന എന്നിവയാണ് കേട്ടോ. സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, കൂലി വർധന എന്നിവ. 1893 ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. 1893 ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ചു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട എല്ലാ പോയിന്റ്സും ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അവ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനനം എവിടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ വക്കം ചിറയൻകീഴാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനനം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം അൽ ഇസ്ലാം മാസികകൾ ആരംഭിച്ചു. മുസ്ലിം അൽ ഇസ്ലാം മാസികകൾ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ചോദിച്ചാൽ 1910 പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്നാണ് കേട്ടോ. ഓർത്തിരിക്കുക, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞു. പിന്നെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. എന്താണ്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. എന്ന് പറഞ്ഞിട്ടുള്ളതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓർത്തിരിക്കുക, കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘടനയുമായി യോജിച്ചു പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘടനയുമായിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ഐക്യ സംഘടന, കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘടനയുമായി വക്കം അബ്ദുൽ ഖാദർ മൗലവി യോജിച്ച് പ്രവർത്തിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ്റെ ജനനം തിരുവല്ലയ്ക്ക് സമീപം ഇരവിപേരൂരാണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ജനനസ്ഥലം. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു. പൊയ്കയിൽ കുമാരഗുരുദേവൻ അറിയപ്പെടുന്നുണ്ട്. മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചിട്ടുള്ളത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ കുമാരഗുരുദേവൻ അംഗമായിട്ടുണ്ട്. ഓർത്തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊയ്കയിൽ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1-ാം ലോക യുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. സവർണ ജാഥ നയിച്ചിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. യുദ്ധവിരുദ്ധ ജാഥ മാരക്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിട്ടുള്ളത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. സമാധാനം, ലോകത്തിന് സമാധാനം എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം ചോദിച്ചാൽ എന്താണ്? സമാധാനം, ലോകത്തിന് സമാധാനം എന്നതാണ്.
പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ നമുക്ക് നോക്കാം. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരികളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നും കൃത്യമായി തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദൻ്റെ ജനനം എവിടെയാണ്? തലശ്ശേരിക്കടുത്ത് പാട്യത്താണ് വാഗ്ഭടാനന്ദൻ്റെ ജനനം. തലശ്ശേരിക്കടുത്ത് പാട്യത്താണ് വാഗ്ഭടാനന്ദൻ്റെ ജനനം. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം. അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം എന്നിവ വാഗ്ഭടാനന്ദൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം കുട്ടനാട്ടിലെ കൈനഗരിയിലാണ് കേട്ടോ. കുട്ടനാട്ടിലെ കൈനഗരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ ജനനം. 1846 കോട്ടയത്തെ മന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. കോട്ടയത്തെ മന്നാനത്ത് 1846 ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ പഠിച്ചു വെക്കുക. ആത്മാനുതാപം, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ, ഇടയനാടകങ്ങൾ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ആത്മാനുതാപം, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ, ഇടയനാടകങ്ങൾ എന്നിവ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചു. PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് നാടകമാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ചിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചിട്ടുള്ളത് VT ഭട്ടതിരിപ്പാടാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഫുൾ SCRT ബേസ് ചെയ്തുകൊണ്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്